വീട്ടിൽ കാരണം 4 പേരുണ്ടല്ലോ. അപ്പൊ ഓരോ കോള് വരുമ്പോ ആർക്കാണ് നമ്മൾ ഇങ്ങനെ ആലോചിച്ചിരിക്കും. എന്നാലും എങ്ങനെയാ പേര് മാറിപ്പോയതായിരിക്കും. ഷാനി അത് മതി. ഒത്തിരി ഇമോഷൻസ് ഇല്ലാത്തൊരാളാണ്. ഓഫേഴ്സേ വന്നില്ല എന്ന് ഞാൻ പറയില്ല. ഇപ്പൊ മൂവീസ് ഇല്ലായിരുന്നു എന്ന് വെച്ചിട്ട് ഞാൻ ഭയങ്കര വിഷമത്തിലോ അങ്ങനെയൊന്നും അല്ലായിരുന്നു. എന്നാൽ എന്റെ ലുക്ക് കണ്ടാൽ പെട്ടെന്ന് ഞാൻ ഭയങ്കര ഫിസിക്കലി ആക്റ്റീവ് അങ്ങനത്തെ ഒരാളാന്ന് തോന്നത്തില്ല. എനിക്കൊരു സോഫ്റ്റ് ലുക്കാണ്. എന്ത് ചെയ്യാൻ പറ്റും? അമ്മയ്ക്ക് പണ്ട് മുതലേ എന്നെ ഒരു ആക്ട്രസ് ആയിട്ട് കണ്ടാൽ കൊള്ളാം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പൊ ഇവൻ അഹാന ഒക്കെ ജെനുവിൻലി ഇങ്ങോട്ട് തോന്നും. നെഗറ്റീവ് കമന്റ്സ് ഇല്ല എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആരൊക്കെയാണോ എന്നെ ബോഡി ഷെയിം ചെയ്തത്, താങ്ക് യു സോ മച്ച്. വീട്ടില് സ്റ്റാർ നമ്മുടെ ഓമിയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് അവനെ എന്നും കൊണ്ടുവരണേ. അപ്പൊ ഞാൻ കാണുന്നവർക്കും ഓമി ഇങ്ങനെ എന്റെ മേളിൽ നിൽക്കുകയായിരിക്കും. ബെസ്റ്റ് സൈറ്റ് എവർ. നമ്മൾ നല്ല കണി കണ്ട് എണീക്കുന്ന പറയും. അവരിങ്ങനെ പറഞ്ഞു നമ്മളെ കാണണ്ടല്ലേ, വേണ്ട ബേബീനെ കണ്ടാൽ മതി. ഭൂമി വന്നതിന് ശേഷമാണ് ഓക്കെ എനിക്ക് ഇത്രയും ബേബീസിനെ ഇഷ്ടമായിരുന്നു എന്ന് ഞാൻ തന്നെ റിയലൈസ് ചെയ്തു. പാവമാണ്. ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം ആ ബുദ്ധിമുട്ട് അറിയിക്കാൻ വേണ്ടി കരയും. സച്ച് എ വെൽ ബിഹേവ്ഡ് നൈസ് ചൈൽഡ്. അല്ല എവിടെ പോയാലും ഓമിക്ക് എന്തെങ്കിലും മേടിക്കാൻ കിട്ടും. ഒരു കുഞ്ഞു സാധനമായാലും ഓമിക്കൊന്നും മേടിക്കണം. അർജുനും ഇഷാനിയും തമ്മിൽ പ്രണയമാണ്. അർജുന നമ്മൾ ട്യൂഷൻ ക്ലാസ്സിലാണ് പരിചയപ്പെടുന്നത്, 11th സ്റ്റാൻഡേർഡിൽ. അത് അങ്ങനെ കുറെ വർഷങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ്. നമ്മൾ പ്രാക്ടിക്കലി ചിന്തിക്കുവാണെങ്കിൽ ഒരു പ്ലാൻ ബി വെക്കണം. ഇപ്പൊ നമുക്ക് ആഗ്രഹം വെച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. ഇഷാനി പഠിക്കുന്നത് കണ്ടാൽ നമ്മൾ വിചാരിക്കും ഇഷാനിക്കാണ് ഹയസ്റ്റ് മാർക്ക്. അത്രത്തോളം ആ കുട്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അതിനുള്ള കഴിവ് എനിക്ക് ദൈവം തന്നിട്ടില്ല. മ്യൂസിക് എന്നെക്കാളും മാർക്ക് കുറവായിരുന്നു കേട്ടോ പലപ്പോഴും. എന്നാൽ ഇത്ര കിടന്ന് തലകുത്തി കിടന്ന് പഠിക്കാറില്ല. പിന്നെ പഠിച്ചില്ല അതുകൊണ്ട് മാർക്ക് കിട്ടില്ല. പക്ഷെ ഞാൻ പഠിക്കുന്ന കണ്ടാൽ തോന്നും നാളെ ഒരു ഫസ്റ്റ് റാങ്കും ആയിട്ട് വരും. പഠിക്കാനൊരു മടിയായിരുന്നു പണ്ട്. ഇപ്പൊ അച്ഛൻ ഒരു ആക്ടർ ആണ്. ഇപ്പൊ പലരും പറയും നെപ്പോട്ടിസം അങ്ങനെയൊക്കെ. നമുക്ക് അങ്ങനെയൊന്നും ഒരിക്കലും എളുപ്പത്തിൽ ഒരു ഫിലിം കിട്ടിയിട്ടില്ല. എനിക്ക് അല്ലെങ്കിൽ അഹാനയ്ക്ക് ഒരു ഫിലിം കിട്ടാൻ അത്യാവശ്യം ബുദ്ധിമുട്ടായിരുന്നു. ഒരു കോൺടാക്റ്റും ഒന്നുമില്ലാത്ത ആൾക്കാർക്ക് ഒരു മൂവി കിട്ടാൻ എത്ര ബുദ്ധിമുട്ടായിരിക്കും. ഒരാൾ ഹോം ടൂർ എടുത്തു, രണ്ടാമത്തെ ആൾ ഹോം ടൂർ എടുത്തു, മൂന്നാമത്തെ ആൾ ഹോം ടൂർ എടുത്തു. അതേ വീട്ടിന്റെ ഒരാളിടുമ്പോ നമ്മൾ ആലോചിക്കും നമ്മുടെ വീടല്ലേ, എനിക്ക് എന്റെ പെർസ്പെക്റ്റീവ് ഇടണം. നീ എങ്ങനെ എല്ലാം ട്രെൻഡിങ് ആവുന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അത് താങ്ക്സ് ടു ദ വ്യൂവേഴ്സ്. ഹായ് ഓൾ, കൃഷ്ണകുമാർ ആൻഡ് ഫാമിലിയുടെ എല്ലാ അപ്ഡേറ്റ്സും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നതാണ് നമ്മൾ മലയാളികൾ. അപ്പോൾ അവരുടെ ഒരു അപ്ഡേറ്റ്സ് പോലും നമ്മളിങ്ങനെ വിടാറില്ല. അത്രത്തോളം ഇഷ്ടമാണ് നമുക്ക് ആ ഫാമിലി. അപ്പം ഇന്ന് എന്നോടൊപ്പം ഉള്ളത് അതിലെ ഏറ്റവും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇഷാനി കൃഷ്ണയാണ്. ഇഷാനി വെൽക്കം. എനിക്ക് എങ്ങനെ സത്യമായിട്ട് എനിക്ക് എങ്ങനെ വെൽക്കം ചെയ്യണമെന്ന് ഭയങ്കര ഡൗട്ട്ഫുൾ ആണ്. ഫാമിലിയിലെ മൂന്നാമത്തെ കുട്ടി, അതെ ഫാമിലിയിലെ മൂന്നാമത്തെ കുട്ടി എന്ന് പറയണോ, അതോ നമ്മുടെ മലയാള സിനിമയിലെ നായിക എന്ന് പറയണോ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന് പറയണോ, എന്ത് പറഞ്ഞ് പരിചയപ്പെടുത്തണമെന്ന് എനിക്ക് ഞാൻ തന്നെ ഇങ്ങനെ ഡൗട്ടാണ്. ഇഷാനി കൃഷ്ണ. സോ ഇഷാനി, നമ്മൾ പുതിയൊരു മൂവി വരാൻ പോവുകയാണ്, ആശകളായിരം. എനിക്ക് തോന്നുന്നു ഒരുപാട് പെൺകുട്ടികളുടെ സ്വപ്നമാണല്ലേ ഒരു മലയാള ഫിലിം ഇൻഡസ്ട്രിയിലെ ഒരു നായിക നിരയിലേക്ക് വരിക എന്നുള്ളത്. അപ്പം അവിടെയാണ് ഇഷാനി ഇങ്ങനെ നിൽക്കുന്നത്. സോ എന്താണ് ഒരു ഇമോഷൻസ് നമ്മുടെ ഉള്ളിൽ? നമ്മൾ ആ ഒരു സ്ഥാനത്തേക്ക് വന്ന് നിൽക്കുമ്പോഴത്തേക്കും ഒരുപാട് ഇമോഷൻസ് കടന്നു വരും. സന്തോഷമായിരിക്കാം, എക്സൈറ്റ്മെന്റ് ആയിരിക്കാം. എന്താണ് ശരിക്കും വാട്ട് യു ഫീൽ? സോ ഞാൻ ബേസിക്കലി എനിക്ക് അങ്ങനെ ഈ പറഞ്ഞ പോലെ ഒത്തിരി ഇമോഷൻസ് ഇല്ലാത്തൊരാളാണ്. ഓണസ്റ്റ്ലി പറയാം, എനിക്ക് സന്തോഷം സങ്കടം എല്ലാം വരുമെങ്കിലും ഞാൻ അതിങ്ങനെ ഒത്തിരി എക്സ്പ്രസ് ചെയ്യാറില്ല. ഇപ്പം എക്സൈറ്റ്മെൻ്റ് ആണെങ്കിലും ഉണ്ട്, ബട്ട് ഐ എം നോട്ട് ലൈക്ക് ഭയങ്കര ക്ലൗഡ് നൈനിൽ അങ്ങനെയൊന്നുമില്ല. ഐ എം റിയലി ഹാപ്പി, ഐ എം ഗ്രേറ്റ്ഫുൾ. കുറേ നാൾക്ക് ശേഷമാണല്ലോ എനിക്കൊരു നല്ല മൂവിയിൽ ഓഫർ കിട്ടുന്നത്. അപ്പോൾ അതിന് ഐ എം വെരി ഗ്രേറ്റ്ഫുൾ, ഹാപ്പി, എക്സൈറ്റഡ്, നെർവസ് എല്ലാം അങ്ങനെ ഇരിക്കുന്നു. ഇപ്പം നമ്മൾ നമ്മുടെ കൃഷ്ണകുമാർ ഫാമിലി ഫുൾ എടുത്താലും എല്ലാവരും വളരെ ഓപ്പൺ ആയിട്ട് സംസാരിക്കും നമ്മൾ കാണാറുണ്ട്. വളരെ ജെന്യൂൻ ആയിട്ട് അവർക്ക് തോന്നുന്ന കാര്യങ്ങൾ അപ്പത്തിൽ തന്നെ പറയാറുണ്ട്. എസ്പെഷ്യലി ഓസി, ഇപ്പോൾ ഈശാനി ആയിക്കോട്ടെ, അഹാന ആയിക്കോട്ടെ, എല്ലാവരും സംസാരിക്കാറുണ്ട്. ഇപ്പം അഹാനയാണെങ്കിലും ഇപ്പം മൂവിയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ പറയാറുണ്ട് എനിക്ക് നല്ല ഓഫേഴ്സ് ആ സമയത്ത് വരാറില്ല, അതുകൊണ്ടാണ് ഞാൻ ഗ്യാപ്പ് എടുക്കുന്നത്. അപ്പം ഇഷാനി ആണെങ്കിലും കഴിഞ്ഞ റീസെൻറ്റ് ഇൻ്റർവ്യൂ പറഞ്ഞു കേട്ടു, എനിക്കൊരു ഫസ്റ്റ് മൂവി കഴിഞ്ഞതിന് ശേഷം നല്ലൊരു അവസരം അല്ലെങ്കിൽ നല്ലൊരു ഓഫർ വന്നിട്ടില്ല, സോ ഞാൻ അതുകൊണ്ടാണ് ചെയ്യാനെന്ന്. സത്യമാണ്, നമുക്ക് ഒരു മോശം സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ഒരു മോശം സിനിമ ചെയ്യുന്നതിനേക്കാൾ എപ്പോഴും നല്ലത് ഒരു നല്ല ഓഫറിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ്. അത് വർത്തായിരിക്കുമല്ലോ. സോ ആശകളായിരം എന്ന് മൂവി വന്നപ്പോഴേക്കും അതൊന്ന് ഇഷാനിയെ അട്രാക്ട് ചെയ്യാൻ എന്ത് ഫാക്ടറായിരുന്നു അതിലുണ്ടായിരുന്നത്? ഇപ്പം മോശം സ്ക്രിപ്റ്റ് ഞാൻ അങ്ങനെ പറയത്തില്ല. എല്ലാ സ്ക്രിപ്റ്റും എഴുതിയ ആൾക്കാർ നല്ലതാണ്. അത് നമുക്ക് എത്രത്തോളം വർക്ക്ഔട്ട് ആവും എന്നാണ് നോക്കുന്നത്. ഇപ്പോൾ ഓഫേഴ്സേ വന്നില്ല എന്ന് ഞാൻ പറയില്ല, ബട്ട് അധികം അങ്ങനെ മറ്റ് തിരമാലയായിട്ട് വന്നിട്ടില്ല. ഐ തിങ്ക് ഐ ഗോട്ട് അറൗണ്ട് 3 ഓഫേഴ്സ്, 1-ൻ്റെയും ആശകളായിരത്തിൻ്റെ ഇടയിലായിട്ട്. ബട്ട് ഞാൻ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ആ കഥാപാത്രത്തിന് അതിലെന്തെങ്കിലും ചെയ്യാനുണ്ടാവണം. ഒത്തിരി ഇല്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടാവണം സ്റ്റോറിയിൽ. ആൻഡ് സിൻസ് ഐ എം നോട്ട് എൻ എസ്റ്റാബ്ലിഷ്ഡ് ആക്ടർ, ഞാൻ നോക്കുന്നത് ഇപ്പോൾ എൻറ്റയർ ക്രൂ ഫുള്ളി ന്യൂ ആണെങ്കിൽ
ഇഫ് ദർ സംതിങ് റിയലി എക്സൈറ്റിംഗ്, ഇപ്പോൾ ഒരു ഫുള്ളി ന്യൂ ക്രൂ ആണ്, ബട്ട് ദ സ്ക്രിപ്റ്റ് ഓർ മൈ റോൾ ഇസ് എക്സ്ട്രീംലി എക്സൈറ്റിംഗ് എന്നാണെങ്കിൽ ഐ മൈറ്റ് ഡു. പക്ഷേ ഇത്രയും ഞാൻ ഉദ്ദേശിച്ച ഒരു കോമ്പിനേഷനിൽ ഒന്നും വന്നില്ല, അതുകൊണ്ട് ഒന്നും ചാടിക്കേറി എടുത്തില്ല. ബിക്കോസ് ഇപ്പോൾ മൂവീസ് ഇല്ലായിരുന്നു എന്ന് വെച്ചിട്ട് ഞാൻ ഭയങ്കര വിഷമത്തിലോ അങ്ങനെയൊന്നും അല്ലായിരുന്നു. ഇപ്പോൾ മൂവീസ് ഇല്ലാത്തത് കൊണ്ട് ആ ഗ്യാപ്പിൽ ഐ കുഡ് ഫോക്കസ് ഓൺ മൈ ബോഡി. ഞാൻ അണ്ടർ വെയിറ്റ് ആയിരുന്നല്ലോ, അപ്പോൾ എനിക്ക് ബോഡി ട്രാൻസ്ഫോം ആവാൻ പറ്റി. അത് മൂവീസ് ഇല്ലാത്തത് കൊണ്ടാണോ എന്ന് അറിഞ്ഞിട്ട്, ബട്ട് ആ ഒരു ടൈം ഗ്യാപ്പിൽ ഐ ഗോട്ട് അത്രയ്ക്കും ഫ്രീ ടൈം ദാറ്റ് ഐ കുഡ് കോൺസെൻട്രേറ്റ് കംപ്ലീറ്റ്ലി ഓൺ മൈ സെൽഫ്. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു, പിന്നെന്താ ഞാൻ ഡ്രൈവിംഗ് പഠിച്ചു, അങ്ങനെ ഒത്തിരി. പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് പോലും ആ കോവിഡ് ടൈം അപ്പോഴാണ്. ബിക്കോസ് ഐ ഹാഡ് എ ലോട്ട് ഓഫ് ഫ്രീ ടൈം. അപ്പോൾ എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. പിന്നെ കമ്മിങ് ടു ദിസ് ക്വസ്റ്റ്യൻ, ആശകളായിരം എടുക്കാനുള്ള റീസൺ ഒബ്വിയസ്ലി എനിക്ക് അതിന് ഒത്തിരി ഓഫേഴ്സ് ഒന്നും വരുന്നില്ലായിരുന്നു. സോ ഇത് ഔട്ട് ഓഫ് ദ ബ്ലൂ വന്നതാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇത്രയും നല്ലൊരു കാസ്റ്റ് ഉണ്ട്, ഈവൻ ദ ക്രൂ വാസ് റിയലി ഗുഡ്, സ്റ്റോറി കേട്ടു. സോ ഇതിൽ ഞാൻ സ്റ്റോറിയിൽ ഈ പറഞ്ഞ പോലെ എൻ്റെ റോള് ഭയങ്കര ഒരു ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റോൾ അങ്ങനെ ഞാൻ പറയത്തില്ല, ബട്ട് ആ ക്യാരക്ടറിന് ആ മൂവിയിൽ ഉണ്ടാവുന്ന ഒരു ഇമ്പാക്റ്റ് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് പിന്നെ ബാക്കി സത്യം പറഞ്ഞാൽ ഞാനൊന്നും നോക്കിയില്ല. ഇത്രയും നല്ലൊരു ഓഫർ ഇനി വീട്ടിൽ വെറുതെ എനിക്ക് വരില്ല. അപ്പോൾ അവർ വിളിച്ചു, ദേ വാണ്ടഡ് ടു ഡു എ ലുക്ക് ടെസ്റ്റ്. അങ്ങനെ കൊച്ചിയിൽ പോയി ലുക്ക് ടെസ്റ്റ് കഴിഞ്ഞു. അപ്പോൾ തന്നെ പൂജയായിരുന്നു. ആൻഡ് നെക്സ്റ്റ് ഡേ ഇറ്റ്സെൽഫ് മൂവി ഷൂട്ട് സ്റ്റാർട്ടഡ്. ഇഷാനി ഇതുപോലെ പറയുന്നത് കേട്ടു. ആ വിളി വന്നപ്പോൾ ഞാൻ തന്നെ ഐ മീൻ ഒരു നിമിഷം ഞെട്ടിപ്പോയി, എന്നെ തന്നെ ആണോ എന്നുള്ളൊരു വീട്ടിൽ കാരണം 4 പേരുണ്ടല്ലോ. അപ്പൊ ഓരോ കോള് വരുമ്പോ ആർക്കാണെന്ന് നമ്മൾ ഇങ്ങനെ ആലോചിച്ചിരിക്കും. പേര് വല്ലതും മാറിപ്പോയതാണ്. ഇഷാനി ഞാൻ എനിക്ക് തന്നെയാണ്, ആണ് ഇഷാനി എന്നാണ് പറഞ്ഞത്. ഓക്കെ ഗുഡ്. ഞാൻ ശരിക്കും ഞെട്ടി, കാരണം ആ സമയത്ത് ഞാൻ ഓഡിഷൻസ് കൊടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ സോഷ്യൽ മീഡിയയിൽ ഞാൻ ഓവർലി ആക്റ്റീവ് അല്ല. ഞാൻ ആലോചിച്ചു എന്നാലും എങ്ങനെയോ കറങ്ങി തിരിഞ്ഞ് വന്നു. താങ്ക് ഗോഡ്. ഇങ്ങനെ കോളുകളൊക്കെ വരുമ്പോഴേ നിങ്ങൾ 4 സിസ്റ്റേഴ്സ് ഉണ്ടല്ലോ, അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കാറുണ്ടോ അല്ലെങ്കിൽ ടീസ് ചെയ്യാറുണ്ടോ? ഒന്നുകൂടെ ഒന്ന് ചോദിച്ചു നോക്കും, ചിലപ്പോൾ എനിക്കായിരിക്കും ഈ കോള് വന്നത്. എപ്പോഴും പറയും ഞാൻ പറയും പേര് മാറിപ്പോയതായിരിക്കും, ആ മൂന്നാമത്തെ കാണാൻ നല്ല അങ്ങനെയൊക്കെ ഞാൻ പറയും. പക്ഷെ അമ്മയ്ക്ക് അല്ലെങ്കിൽ അച്ഛനായിരിക്കും പൊതുവെ കോൾസ് വരാറുള്ളത്. പക്ഷെ അങ്ങനെ ഇതുവരെ തെറ്റിപ്പോയിട്ടൊന്നും ഇല്ല കേട്ടോ പേര്. ഓക്കെ. ഈ ഇപ്പൊ അഹാനയാണ് ആദ്യം സിനിമയിലേക്ക് വന്നത്, പിന്നീട് ഹൻസ് വന്നു, അതിനുശേഷം ഇപ്പൊ ഇഷാനിയും വന്നിരിക്കുന്നു. അപ്പം നമ്മൾ മക്കള് സിനിമയിലേക്ക് വരുമ്പം ഏറ്റവും കൂടുതൽ സന്തോഷം അല്ലെങ്കിൽ എക്സൈറ്റഡ് ആവുന്നത് അച്ഛനാണോ അമ്മയാണോ? ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഫാമിലിയിൽ മൊത്തത്തിൽ നമ്മൾ ഓവർലി ഇമോഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കാറില്ല. ഇപ്പൊ ഹാപ്പിനെസ് ആയാലും സാഡ്നെസ് ആണെങ്കിലും നമ്മളത് വളരെ കണ്ടെയ്ൻഡ് ആയിട്ട് വെക്കും. അതിന് ഇന്ന ആൾക്ക് ഇപ്പൊ ഐ തിങ്ക് അമ്മൂന് ലൂക്കയൊക്കെ കിട്ടിയപ്പോൾ അതൊരു ഭയങ്കര ഇപ്പോൾ റോളായാലും നല്ല റോളായിരുന്നു. മൂവി ടൊവിനോയിൻ്റെ കൂടെ അതൊരു അഫ്കോഴ്സ് അത്രയും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. സോ ഐ തിങ്ക് അതായിരുന്നു കാരണം കൂട്ടത്തിലെ ഏറ്റവും എക്സൈറ്റഡ്. പക്ഷെ അതങ്ങനെ നമ്മൾ ഓവറായിട്ട് എക്സ്പ്രസ് ചെയ്യുമോ അങ്ങനെയില്ല, നമ്മുടെ ഉള്ളിൽ വെച്ചേക്കും. അച്ഛനാണോ അമ്മയാണോ കൂടുതൽ എക്സൈറ്റിംഗ് എന്ന് ചോദിച്ചാൽ അതും എനിക്ക് പറയാനാണ്. രണ്ടുപേരും അത്യാവശ്യം. എനിക്ക് തോന്നുന്നു പലപ്പോഴും അച്ഛനാണ് ഒരു കുറച്ചുകൂടെയൊക്കെ ഒരു ഇഷാനി ഒന്ന് സിനിമയിലേക്കൊക്കെ വരണം എന്ന് ആഗ്രഹിക്കുന്നുള്ളത്. അതായത് അച്ഛൻ്റെ ഇതേ ഒരു വീഡിയോ, ഞാനൊരു ഫുട്ബോൾ ജേഴ്സി ഇട്ട് നിൽക്കുന്നത് എനിക്ക് മനസ്സിലായി. ഈ ഒരു വീഡിയോ ഞാൻ ഈ കണ്ടിട്ടുണ്ട് ഈ വീഡിയോ. ഫുട്ബോൾ കളിച്ചെന്റെ കാല് സ്പ്രെയിനായി. അപ്പം ഈ ഒരു ഇതിനകത്താണെങ്കിൽ എനിക്ക് തോന്നുന്നു എപ്പോഴും ഇങ്ങനെ പാമ്പർ ചെയ്തല്ലേ ഒന്ന് വരണം, ഈശ്വരിക്ക് അതിനുള്ളൊരു ബ്യൂട്ടി ഉണ്ട് അല്ലെങ്കിൽ വരണം, അങ്ങനത്തെ ഒരു അച്ഛന് ഭയങ്കര ഒരു ഇഷ്ടമാണ്. അച്ഛന് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷെ ഐ തിങ്ക് അച്ഛനേക്കാൾ അമ്മയ്ക്കും ആഗ്രഹമുണ്ട്. പക്ഷെ അമ്മ ഇങ്ങനെ പറഞ്ഞിട്ടില്ല. അമ്മയ്ക്ക് പണ്ട് മുതലേ എന്നെ ഒരു ആക്ട്രസ് ആയിട്ട് കണ്ടാൽ കൊള്ളാം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അതിപ്പോ കാണാൻ കൊള്ളാം എന്ന് ഞാൻ സ്വയം പറയുന്നതല്ല. അതല്ലാതെ അമ്മയ്ക്കും അച്ഛനും തോന്നിയിട്ടുണ്ട് എനിക്കതിന്റെ കാലിബർ ഉണ്ട് എന്ന്. എനിക്കെന്നല്ല, എല്ലാവർക്കും ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ അമ്മയ്ക്കൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. എസ്പെഷ്യലി ചില ടൈപ്പ് ഓഫ് റോൾസ് ഇങ്ങനെ കാണുമ്പോൾ പറയും ഇഷാനിക്ക് ഇത് ചെയ്താൽ നല്ല രസമായിരിക്കും. ഇപ്പൊ എന്താ പറയാ, എനിക്ക് ചേരുന്ന തരം ലുക്സ് ഉള്ള റോൾസ് കാണുമ്പോൾ ഇത് ഇഷാനി ചെയ്താൽ നല്ലതായിരിക്കും. അങ്ങനെ എപ്പോഴും അമ്മ പണ്ട് മുതലേ പറയാറുണ്ട്. അപ്പൊ അച്ഛനായാലും അമ്മയ്ക്കായാലും ആഗ്രഹമുണ്ട് നല്ലൊരു മൂവിയിൽ എന്നെ എല്ലാവരും